ഇല്ല, പക്ഷേ എൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിൽ ഞാൻ ഇപ്പോഴും കളിച്ചു ചിരിച്ച് എൻ്റെ ഒരു കുസൃതി അവർക്കറിയാം. സ്നേഹം പ്രകടിപ്പിക്കണം, ഒരു കെട്ടിപ്പിടി, ഒരു ഉമ്മ, അവരുടെ കൂടെ ഒരു കളി, ചിരി, ഇതൊക്കെ വേണം. അങ്ങനെയാണ് നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കുന്നത്. അത് ഇല്ല. രഞ്ജിത്ത് എൻ്റെ നല്ലൊരു സുഹൃത്താണ്. എല്ലാം തുറന്നു പറയാൻ നല്ലൊരു സുഹൃത്ത് വേണം. അത് ആൺ സുഹൃത്താണെങ്കിൽ ഏറ്റവും നല്ലത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചില സ്ത്രീകളോട് നമ്മൾ തുറന്ന് പറയാൻ മടിക്കുന്ന കുറെ കാര്യങ്ങൾ ഒരു പുരുഷനോട് തുറന്നു പറയാൻ കഴിയുമെന്നാണ് രേവതി അന്ന് ആ ഇന്റർവ്യൂവിനിടയിൽ പറഞ്ഞത്. നേരെ ചൊവ്വേ. ഓക്കെ, അപ്പൊ നേരെ ചൊവ്വ നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. രഞ്ജിത്ത് എന്ന് പറയുന്ന സംവിധായകൻ ഒരു പയ്യന്റെ നഗ്ന വീഡിയോ എടുത്ത് തന്റെ സുഹൃത്തായിട്ടുള്ള നടിക്ക് അയച്ചു കൊടുത്തു എന്നുള്ള ഒരു വാദം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ ഒരു പയ്യൻ അതിനെക്കുറിച്ച് പറഞ്ഞത് ജസ്റ്റ് ഒന്ന് കേൾക്കാം. എന്നതിന് ശേഷം വിശദമായിട്ട് ഒന്ന് നമുക്ക് പരിശോധിച്ചു പോകാം. അവർ എൻ്റെ ഫോട്ടോസ് എടുത്തിട്ട് ഇങ്ങനെ അയക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു ആർക്കാണ് അയക്കുന്നത്. അപ്പോൾ പറഞ്ഞു രേവതിക്കാണെന്ന് പറഞ്ഞു. രേവതി ഉണ്ട്, അവർ നിന്നെ കണ്ടിട്ട് ഇഷ്ടമായി എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. ഓക്കെ, രേവതിക്ക് നിന്നെ കണ്ടു ഇഷ്ടമായി എന്നുള്ള വാദം. അതുപോലെ തന്നെ രേവതിയും ഈ രഞ്ജിത്തും തമ്മിൽ വലിയ സുഹൃത്തായിരുന്നു എന്നാണ് നേരെ ചൊവ്വ എന്ന പരിപാടിയിൽ അവർ പറഞ്ഞിട്ടുള്ളത്. അതിൽ വ്യക്തമായിട്ട് അവർ പറയുന്ന കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു പുരുഷൻ സുഹൃത്തായിട്ടുണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും തുറന്നു പറയുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി കിട്ടാറുണ്ട് എന്നുള്ളതാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുരുഷന്മാർ പരമാവധി ആളുകളും പോസിറ്റീവാണ് എല്ലാ കാര്യങ്ങളും എടുക്കുക. ഒരു നെഗറ്റീവ് ഒരു കാര്യത്തെ അതൊക്കെ നമുക്ക് പരിഹരിച്ച് പോവാന്നല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഒരു മോട്ടിവേഷൻ നൽകാൻ രഞ്ജിത്തിനെ കൊണ്ട് കഴിയാറുണ്ട് എന്നുള്ള ഒരു വാദം. അല്ലെങ്കിൽ അവർ പറഞ്ഞൊരു കാര്യം അത് ഏകദേശം ശരിയാണ് എന്നാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. അത് പെൺ സുഹൃത്തുക്കളുള്ള ആളുകളോട് ചോദിച്ചാൽ കൃത്യമായിട്ട് അവർ പറഞ്ഞു തരും അത് അങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാൽ എല്ലാ കാര്യങ്ങളും ഒരു പുരുഷനോട് തുറന്നു പറയാൻ കഴിയും എന്നുള്ള ആ ഒരു കാര്യമൊന്നും എനിക്ക് അങ്ങോട്ട് യോജിക്കാനൊന്നും കഴിയുന്നില്ല. ചില കാര്യങ്ങൾ മറച്ചു വെക്കാനുള്ളത് തന്നെയാണ്. അതൊരു സ്ത്രീയോട് മാത്രം പറയാനേ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. അന്ന് രേവതി കൊടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു വാക്കുണ്ട്. ആ വാക്കൊന്ന് കേൾക്കാം. ഇപ്പോൾ സൗഹൃദത്തിന്റെ പേരിൽ തന്നെ ആരുടെയെങ്കിലും പേരുമായി ചേർത്ത് ഒരു ഗോസിപ്പ് വരുന്നു. ഇപ്പം രഞ്ജിത്തിനെ പോലെ ഒരു സുഹൃത്തിനെ കുറിച്ച് ഒരു ഗോസിപ്പ് വരുന്നു. അപ്പോൾ അതിനെ നേരിടാൻ ഈ ധൈര്യം ഉണ്ടാവും? പിന്നെ ബിക്കോസ് എനിക്കറിയാം ഞങ്ങൾ ആരാണ്. എൻ്റെ കുടുംബത്തിനറിയാം, എൻ്റെ അനിയത്തിക്കുട്ടിക്ക് അറിയാം. എനിക്ക് വേറെ ആരോടും ഒന്നും പറയാനുള്ള എനിക്ക് ആവശ്യമില്ല. സോ ദാറ്റ് ഈസ് മൈ സ്ട്രെങ്ത്. ബിക്കോസ് സൊസൈറ്റീനോടും നമ്മൾ എപ്പോഴും, ഞാൻ പറഞ്ഞില്ലേ, സൊസൈറ്റീന് വേണ്ടി എപ്പോഴും നമ്മൾ ജീവിക്കാൻ തുടങ്ങിയാൽ പിന്നെ നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കാൻ പറ്റില്ല. സോ ഐ തിങ്ക് രഞ്ജിത്ത് ഇസ് എ വെരി ഗുഡ് ഫ്രണ്ട്. ഹി ഈസ് പാർട്ട് ഓഫ് മൈ ലൈഫ്. അത് തീർച്ചയാണ്. പക്ഷേ അതിനെക്കുറിച്ച് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് ആവശ്യം വന്നിട്ടില്ല. എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് നല്ല സുഹൃത്തുക്കളുള്ളതൊക്കെ ശരിയാണ്. നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളോട് എല്ലാം തുറന്നു പറയും എന്നുള്ള ആ ഒരു ധാരണ തെറ്റാണ്. രേവതി പറഞ്ഞു ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ ഒരു ആൺ സുഹൃത്ത് വേണം. അത് രഞ്ജിത്ത് ആപ്റ്റാണ്. അയാൾ എൻ്റെ ജീവിതത്തിൽ ഇനിയും ഉണ്ടാകും എന്നുള്ള വാക്കാണല്ലോ പറഞ്ഞത്. അപ്പോൾ രഞ്ജിത്ത് പലതും മറച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അല്ലെങ്കിൽ രഞ്ജിത്ത് ഫോട്ടോ അയച്ചു കൊടുത്തത് രേവതിക്ക് തന്നെയാണോ എന്നുള്ളതും ആളുകൾ ഇപ്പൊ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ രേവതി ഈ വിഷയത്തിൽ കൃത്യമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. അതായത് ഒരു ഇംഗ്ലീഷ് ചാനലിൽ കൊടുത്ത ഒരു അഭിമുഖത്തിൽ വെറും 3 വാക്കുകളെ പറഞ്ഞിട്ടുള്ളൂ. അത് നമുക്കൊന്ന് കേൾക്കാം. എന്തായാലും ലൈംഗിക അതിക്രമത്തിന് കോഴിക്കോട്ടെ കസബ പോലീസ് FIR ഇട്ടു. അതിനിടെ യുവാവിന്റെ നഗ്ന ദൃശ്യങ്ങൾ തനിക്ക് അയച്ചെന്ന ആരോപണം ഒരു ഇംഗ്ലീഷ് പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ നടി രേവതി നിഷേധിച്ചു. ഇപ്പോൾ നടക്കുന്ന വിവാദത്തെക്കുറിച്ച് തന്റെ പേരുമായി ബന്ധപ്പെട്ടുള്ള ഈ ചർച്ചകളെക്കുറിച്ച് തനിക്കറിയാം. പക്ഷേ ഇത്തരത്തിൽ ആരോപിക്കപ്പെടുന്ന ഒരു ചിത്രവും രഞ്ജിത്ത് തനിക്ക് അയച്ചു നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യമായി പ്രതികരിക്കേണ്ടതില്ല എന്ന് പറയുന്നു. രഞ്ജിത്ത് ആ ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തന്നില്ല, അതുകൊണ്ട് തന്നെ എനിക്കത് ചർച്ച ചെയ്യേണ്ട കാര്യവുമില്ല എന്നാണ് രേവതി പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന പല നടന്മാരും, അതായത് നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഈ നടൻ ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ജയസൂര്യയുടെ വിഷയത്തിലാണെങ്കിലും സിദ്ദീഖിന്റെ വിഷയത്തിലാണെങ്കിലും അങ്ങനെ ഒരുപാട് നടന്മാരുടെ വിഷയത്തിൽ നമുക്ക് അത് നുണയാണ്, ആ ഒരു പരാതിക്കാരി നുണ പറഞ്ഞതാണ് എന്നുള്ള ഒരു തോട്ട് നമുക്ക് വരാറുള്ളത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരോടുള്ളൊരു വിശ്വാസമാണ്. പക്ഷെ ആ വിശ്വാസം തകരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ കൃത്യമായ എലിഗേഷൻസ് ആയിട്ട് തെളിവോടുകൂടി വരുമ്പോൾ നമ്മൾ അത് വിശ്വസിക്കും. അതുപോലെ തന്നെയാണ് രേവതി ഈ ഒരു വാക്ക് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണോ സിദ്ദീഖിനെ കാണുന്നത്, എങ്ങനെയാണോ ജയസൂര്യയെ കാണുന്നത്, അതുപോലെ തന്നെ നമ്മൾ രേവതിയുടെ വാക്കും കേൾക്കേണ്ടി വരും. അത് രേവതിക്ക് കൊടുത്തു എന്നുള്ള വാക്ക് തന്നെയാണ് നമ്മൾ വിശ്വസിച്ച് വെക്കുക. അതിലേക്ക് മാറ്റം വരണമെങ്കിൽ രേവതി അവിടെയും ഇവിടെയും തൊടാത്ത കാര്യങ്ങൾ പറയാതെ വ്യക്തമായിട്ട് ഇനി ഇത് പറയേണ്ടി വരും. WCCയുടെ തലപ്പത്തിരിക്കുന്ന ഒരാളാണ്, എന്തായാലും നിർബന്ധമായിട്ടും അതിനുള്ളൊരു മറുപടി പറഞ്ഞേ വെക്കൂ. കാരണം ഇത് വലിയ അലിഗേഷനാണ്. ഒരു പയ്യനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് പോലും രഞ്ജിത്ത് എന്ന് പറയുന്ന സിനിമാ സംവിധായകൻ ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അയാളെ
പല ആളുകളും വിളിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു, ഈ ഒരു കേസുമായി മുന്നോട്ട് പോകരുതെന്ന് പറയുന്നു. ആദ്യം ഈ ഒരു കോടതിയിൽ ആദ്യം ഈ കേസ് കൊടുത്ത സമയത്ത് പോലീസുകാർ അദ്ദേഹത്തിനോട് പറയാണ് ഇത് പണ്ട് നടന്നൊരു കേസല്ലേ, അതുകൊണ്ട് ഇനി ഇതിനൊന്നും വാല്യൂ ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം പുതിയ ഒരു പോലീസ് ഓഫീസേഴ്സിനെ നിയമിച്ചിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സിനിമയിലെ പ്രശ്നങ്ങൾ പഠിക്കാനും ആക്ഷൻ എടുക്കാനും. അവരെ അടുത്ത് പോയിട്ട് കോഴിക്കോട് വെച്ച ആ പയ്യൻ ആ ഒരു കാര്യം പറയുന്നു. അപ്പൊ ഫോട്ടോ കൊടുത്തത് ഇന്ന ആൾക്കാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ രഞ്ജിത്തിന്റെ മൊബൈൽ ഫോൺ പരിശോധിക്കുകയോ ഈ പറയുന്ന ആളുടെ മൊബൈൽ ഫോണുകൾ പരിശോധിക്കുകയോ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് അത് അറിയാൻ കഴിയും. അതുകൊണ്ട് ഈ ഒരു കേസിനെ ആളുകളുടെ സംശയം തീർക്കാനെങ്കിൽ പോലും ഒന്ന് കൃത്യമായിട്ട് പരിശോധിക്കേണ്ടത് നല്ലതാണ്. എന്തുകൊണ്ടാണത് പറയുന്നത് വെച്ചാൽ ജയസൂര്യ ഇത്രയും ദിവസങ്ങളായിട്ട് പ്രതികരിച്ചിട്ടില്ല. ജയസൂര്യ പറയുന്ന ഒരു കാര്യം കൂടി നമുക്ക് കേൾക്കണ്ടേ. ജയസൂര്യക്ക് ഇത് സിമ്പിൾ ആയിട്ട് ഊരാനും കഴിയും. എനിക്കറിയില്ല, ഇവർ നുണ പറയുകയാണ് എന്ന് പറഞ്ഞാൽ ഊരാനും കഴിയും. അപ്പൊ അതിൽ എന്ത് സത്യമുണ്ട്, എന്തെങ്കിലും നുണയുണ്ടോ എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ജയസൂര്യ ആളുകൾ ട്രോളിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ട്രോളുകൾക്കൊക്കെ എന്താണ് പ്രസക്തി എന്നുള്ളത്, അല്ലെങ്കിൽ ആ ഒരു ട്രോളുകൾക്ക് ഭാവിയിൽ മാപ്പ് പറയേണ്ടി വരും എന്നുള്ള ഒരു സംഭവം അവിടെ കിടക്കുന്നുണ്ട്. അതുപോലെ നടൻ സിദ്ദീഖിന്റെ വിഷയത്തിലും ഈ പെൺകുട്ടിയും മൊത്ത് ഈ ഹോട്ടലിൽ പോയിട്ടില്ല എന്നുള്ളതിന്റെ തെളിവുകളും ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിന്റെ ചെറിയ ക്ലിപ്പാണെന്ന് കേൾട്ടോ. തിരുവനന്തപുരത്തെ മാസ്കറ്റ് ഹോട്ടലിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്ന നടൻ സിദ്ദിഖിനെതിരായ പരാതിയിൽ ഗസ്റ്റ് രജിസ്റ്റർ കണ്ടെത്താനാകാതെ പോലീസ്. ഇതോടെ സാഹചര്യ തെളിവ് അപൂർണമാകും. സിദ്ദിഖ് ഹോട്ടലിൽ ഉണ്ടായിരുന്ന 2016 ജനുവരി 28-ന് പരാതിക്കാരിയായ നടി ഹോട്ടലിൽ എത്തിയതിന് രേഖകളില്ല. അതേസമയം സിദ്ദിഖിനെതിരായ രഹസ്യമൊഴിയിൽ നടി ഉറച്ചു നിൽക്കുകയാണ്. ഇതോടെ സാഹചര്യ തെളിവുകളുടെ അഭാവത്തിലും സിദ്ദിഖിനെ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും. തിരുവനന്തപുരം സിറ്റി ക്രൈംബ്രാഞ്ച് SP മധുസൂദനന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. സാക്ഷിമൊഴികളും അന്വേഷണ സംഘം ശേഖരിക്കും. പരാതിക്കാരിയായ നടിയുടെ രഹസ്യമൊഴിയുടെ പകർപ്പ് ലഭിച്ചതിനു ശേഷം സിദ്ദിഖിനെ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ ആലോചന. ഓക്കെ, അതാണ്. അപ്പൊ തെളിവുകളില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അവരൊക്കെ പുറത്തു വരും. അപ്പൊ ഇത്രയും ദിവസം അയാളെയൊക്കെ ക്രൂശിച്ച ആളുകൾ എന്ത് പറയും? ഒന്നും പറയാൻ കഴിയാതെ ഇതൊക്കെ എന്താ പറയാ, പുതിയ വാർത്തയുടെ പിന്നാലെ പോകും എന്നുള്ളതാണ്. എന്തായാലും ആ കോഴിക്കോടുള്ള പയ്യന്റെ കുറച്ചും കൂടി ഡീറ്റെയിൽസ് ഒന്ന് പറയുന്നുണ്ടേ. 9 മാസം മുമ്പ് ഞാൻ പുള്ളിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. അത് തീർച്ചയായിട്ടും സിനിമയിൽ അദ്ദേഹം ഫാഷൻ PG ഉണ്ട്, അതേപോലെ ഫാഷൻ റാമ്പിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്, അതിൻ്റെ കോർഡിനേഷനൊക്കെ ചെയ്യുന്നുണ്ട്. സോ അദ്ദേഹത്തെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ സിനിമയിൽ ഒരു അവസരം ലഭിക്കും എന്നുള്ള രീതിയിലാണ് ഞാൻ അദ്ദേഹത്തെ ബന്ധപ്പെടുന്നത്. അദ്ദേഹത്തെ ബന്ധപ്പെട്ട് കഴിഞ്ഞു മെസ്സേജ് അയച്ച സമയത്താണ് പുള്ളിക്കാരൻ്റെ ദ വേ ഓഫ് അപ്രോച്ചും ഏകദേശം സെയിം ആണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവരെല്ലാം ഒരു ടൈപ്പ് ഓഫ് പീപ്പിളാണ്. ഇടവേള ബാബുവിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇടവേള ബാബു കൃത്യമായിട്ട് ഓരോ സ്റ്റേജ് ഷോ കാര്യങ്ങളൊക്കെ നടത്തുന്ന ആളല്ലേ. അതുകൊണ്ട് അദ്ദേഹത്തിനെ ഒന്ന് പോയി കാണാം എന്ന് വിചാരിക്കുന്നു. അവിടെ പോയപ്പോഴും ആ ഒരു സാധനം തന്നെ. കോഴിക്കോട് ഭാഷയിൽ കുണ്ടൻ എന്ന് പറഞ്ഞാൽ ചെക്കൻ എന്നർത്ഥം. മലപ്പുറം ഭാഷയിൽ കുണ്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ വാക്കാം. അപ്പൊ ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഇതാണ് മലയാള സിനിമ. മലയാള സിനിമയുടെ ഒരു മുഖച്ഛായ ഇല്ലാണ്ടാക്കിയത് ഇപ്പോ ഇങ്ങനെയുള്ള കുറെ സംവിധായകരും കുറെ ആർട്ടിസ്റ്റുകളാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. ഈ കുറ്റം ആരോപിക്കുന്ന ആളുകളും ആരോപിക്കപ്പെടുന്ന ആളുകളുണ്ടല്ലോ, ഇവർ രണ്ടുപേർക്കും നിർണായകമായി വേണ്ട ഒരു സാധനം തെളിവുകളാണ്. തെളിവുകൾ ഇല്ലാത്തിടത്തോളം കാലം ഒരാളെ നിങ്ങൾ ക്രൂശിക്കുമ്പോൾ, ഒരാൾക്കെതിരെ നിങ്ങൾ കംപ്ലൈന്റ് ചെയ്യുമ്പോൾ അത് കോടതിയിൽ നിലനിൽക്കില്ല. ക്രൂശിക്കപ്പെടുന്ന ആളുകൾക്ക് പിന്നീട് നിങ്ങൾ മാപ്പും കൊടുക്കേണ്ടി വരും, തക്കതായ പ്രതിഫലം, അതായത് നഷ്ടപരിഹാരം മാനനഷ്ടത്തിനും കൊടുക്കേണ്ടി വരും. സിദ്ദീഖ് ആദ്യം തന്നെ മാനനഷ്ടത്തിന് കേസ് കൊടുത്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സിദ്ദീഖിനെതിരെയുള്ള തെളിവുകൾ ആ നടിക്ക് ചിലപ്പോ കൊടുക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അതാണ് അവസ്ഥ. ഈ ജയസൂര്യയുടെ വിഷയത്തിലും അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. കോടതി കേസ് തള്ളാനാണ് സാധ്യത. സാഹചര്യ തെളിവുകൾ കൊണ്ടോ വെറും വാക്കുകൊണ്ട് സംസാരിക്കുന്നത് കൊണ്ട് കാര്യമില്ല. ദൃക്സാക്ഷികളോ മറ്റുള്ള കാര്യങ്ങളോ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ശക്തമായ വേറെ ഒരു മൊഴി വേണം. അതില്ലെങ്കിൽ കേസ് അദ്ദേഹം ഊരിപ്പോരും. അമേരിക്കയിലാണ് ഇപ്പൊ, അമേരിക്കയിൽ തുടരുന്ന പറഞ്ഞത്. ഓക്കെ, അപ്പൊ രഞ്ജിത്തും രേവതിയും തമ്മിൽ നല്ല സൗഹൃദം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിന് ഇനി തർക്കമൊന്നും വേണ്ട. കൃത്യമായി അവര് എന്തും തുറന്നു പറയാൻ തയ്യാറായിട്ടുള്ള, അല്ലെങ്കിൽ അതിന് സാധിക്കുന്ന തരത്തിലുള്ള രണ്ട് സുഹൃത്തുക്കളാണ് എന്ന് രേവതി തന്നെ തുറന്നു പറഞ്ഞു. അതിൽ എന്തെല്ലാം ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയില്ല. ഈ പയ്യന്റെ നഗ്ന ഫോട്ടോ അതിൽ ഉണ്ടായിരുന്നു, ചോദ്യചിഹ്നമാണ്. ഇത് കൃത്യമായി രേവതി തന്നെയാണ് മറുപടി പറയേണ്ടത്. രഞ്ജിത്തും മറുപടി പറയണം. രഞ്ജിത്തിന്റെ മാടമ്പിത്തരം കൊണ്ട് അദ്ദേഹം പറയുകയില്ല എന്റെ വീട്ടിലെ 2 നായ കുറച്ചാൽ എനിക്ക് തേങ്ങാക്കൊലയാണ് എന്നൊക്കെ ഡയലോഗ് അടിച്ചിട്ട് നടക്കുള്ളൂ. രേവതി എന്തുകൊണ്ട് എനിക്കിതിനെ കുറിച്ചൊന്നും പറയാൻ ഇല്ല എന്ന് പറഞ്ഞത് ശരിയല്ല. മറുപടി പറഞ്ഞു വെക്കുള്ളൂ. കാരണം
കേരളത്തിലെ ജനങ്ങളുടെ പണമെടുത്ത് ഒരു ഹേമ കമ്മിറ്റി രൂപീകരിക്കുന്നു, അതിന്റെ റിപ്പോർട്ട് വെക്കുന്നു. ആ റിപ്പോർട്ടിൽ പരമാവധി റിപ്പോർട്ട് പൊഴുത്തപ്പെടുന്നു. അതിൽ വരുന്ന അലിഗേഷൻസിനും അതിൽ വരുന്ന കാര്യങ്ങൾക്കൊക്കെ മറുപടിയും മലയാളികൾക്ക് കേട്ടേ വെക്കൂ, അത് അറിഞ്ഞേ വെക്കൂ. വേറെ വർത്താനൊന്നും എനിക്കിതിൽ പറയാനില്ല. ചാനൽ ഇഷ്ടപ്പെടുന്നവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു 50K എങ്കിലും അടിക്കണം. കുറെ കാലമായിട്ട് ഇങ്ങനെ തള്ളി ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. വാർത്താ വിശേഷങ്ങളുമായിട്ട് ഇനിയും വരും കേട്ടോ. അതുവരേക്കും സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.